ഹോശാന ദിനത്തിൽ നിലപാട് വ്യക്തമാക്കി ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താന്മാരുമായി കൂട്ടുകൂടാനില്ല എന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണമെന്നും സാത്താന്റെ പ്രവർത്തനത്തിൽ കൂട്ടുകൂടേണ്ട കാര്യമില്ല എന്നും കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പും പറഞ്ഞു. ക്രൈസ്തവർ ഏറെ ക്ലേശങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നായിരുന്നു മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ പ്രതികരണം. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയിലേക്ക് വന്നിട്ടില്ല. അതൊക്കെ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എല്ലാ മെത്രാന്മാരും അതുപോലെ വൈദികർ, സന്യസ്തർ, ജനങ്ങൾ ഒരു കലാപം സൃഷ്ടിക്കാൻ, പരസ്പരം എതിർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട്. ആ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മൾ പറയുന്നത് ഒരു സാത്താൻ്റെ അധികാരമാണെന്ന് പറയും. ആ സാത്താന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൂട്ടുകൂടേണ്ട ആവശ്യമില്ല. സ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക്, സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഏറെ കുറവാണ്. യുവതീ-യുവാക്കൾ പല കാരണങ്ങളാൽ ഇവിടെ ജീവിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അവരെല്ലാം മറ്റ് രാജ്യങ്ങളിലാണ്. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടിൽ തിരികെത്തിക്കാൻ നമുക്കാളില്ലാതെ വരുന്ന ഒരു ഭയപ്പെടുത്തുന്ന ചിന്ത പലരും പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഉള്ളവർ വിശ്വാസത്തിൽ ബലപ്പെട്ടും സജീവമായും നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ ജീവിതം ആഘോഷിക്കാൻ വരും തലമുറ ഇല്ലാതെ പോകും. സജോ ദേവസിയുടെ വിവരങ്ങളുമായി. സജോ ദേവസിയ, ഇപ്പോൾ ചർച്ച് ബില്ലിലേക്ക് കൂടി പോകുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള സൂചനകൾ കിട്ടി തുടങ്ങിയതുകൊണ്ടാണോ സഭയിൽ നിന്നും ഇപ്പോൾ ശക്തമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? സ്മൃതി, ഹോശാന ദിനത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണം പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകുന്നുണ്ട്, പ്രധാനപ്പെട്ടതാകുന്നുണ്ട്. അതായത് ജബൽപൂരിലെ ആക്രമണം ഉൾപ്പെടെ ഉത്തരേന്ത്യയിലെ വിവിധ സംഭവങ്ങൾ, ഏറ്റവും ഒടുവിൽ ഡൽഹി കത്തീഡ്രലിൽ പ്രൊസഷന് അനുമതി നിഷേധിച്ച പോലീസ് നടപടി, അതേസമയം CBCIയും KCBCയും ഒക്കെ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, സംസ്ഥാനത്ത് ഒരു വിഭാഗം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് സംഘപരിവാറുമായി പല കാരണങ്ങൾ കൊണ്ട് അടുക്കുന്നു എന്നതടക്കമുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ, അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നടത്തിയ പ്രതികരണമാണ്. കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം, സാത്താന്റെ പ്രവർത്തനത്തിൽ കൂട്ടുകൂടേണ്ട കാര്യമില്ല എന്നടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പരോക്ഷമായ പ്രതികരണമാണ്. ഒപ്പം രാഷ്ട്രീയ പാർട്ടി രൂപീകരണം സംബന്ധിച്ച് അത് വ്യക്തിപരമായ പ്രതികരണങ്ങൾ എന്ന നിലയ്ക്ക് അദ്ദേഹം തള്ളുകയാണ്, ഒരു പരിധിവരെ അതിനെ തള്ളുകയാണ് ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷന്റെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത്, ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രൈസ്തവർ രാജ്യത്താകെ വലിയ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർ വലിയ വേട്ടയ്ക്ക് ഇരയാകുന്നു എന്ന ആരോപണവും വിമർശനവും വിവിധ ക്രൈസ്തവ സംഘടനകളും ഒപ്പം ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ്. അതേസമയം സംസ്ഥാനത്ത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട രീതിയിൽ അത് ചർച്ചയാകുന്നത്. KCBC അടക്കം അല്ലെങ്കിൽ CBCI അടക്കം ഈ വിഷയത്തെ കുറെ കൂടി ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യുന്നില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സമരസപ്പെടുന്നുവോ, കീഴടങ്ങുവെന്നുവോ എന്ന ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ പുതിയ സാഹചര്യത്തിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ വിവിധ ബിഷപ്പുമാരുടെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത് ഈ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.